ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നിറം വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറച്ച് കാലം നമുക്ക് ഉണ്ടാക്കി വെച്ച് സൂക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്കിൻ വൈറ്റനിങ് ഓയിലാണ്. ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കുക, അതേപോലെ തന്നെ വലിയവർക്ക് ഉപയോഗിക്കുക. പക്ഷേ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, അത് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതും എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതും എന്നുള്ളതെല്ലാം നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിലിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ കോക്കനട്ട് ഓയിൽ എല്ലാ സ്കിന്നുകാർക്കും അത്രയ്ക്ക് അങ്ങോട്ട് സൂട്ടാവണമെന്നില്ല. അതുകൊണ്ട് ബെസ്റ്റ് ആൽമണ്ട് ഓയിലാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ആൽമണ്ട് ഓയിലാണ് ഞാൻ എടുത്തത്. ഇതിലേക്ക് ഞാൻ ആപ്പിൾ സൈഡർ വിനേഗറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വിനേഗർ ഒഴിക്കണം എന്നില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഈ വിനേഗർ ഒഴിച്ചിട്ടുള്ളൂ. ആപ്പിൾ സൈഡർ വിനേഗർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊക്കോ വിനേഗർ എന്ന് പറഞ്ഞിട്ട് കിട്ടും, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ വിനേഗർ എന്തിനാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് ഈ ഓയിൽ യൂസ് ചെയ്താൽ പിമ്പിൾസ് കൂടുതൽ വരുമല്ലോ. അതുപോലെ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിനേഗർ ഒഴിക്കുന്നത്. ഇത് ഒഴിക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല. പിന്നെ ഇത് കണ്ടു, ഇത് ഓറഞ്ചിൻ്റെ പൗഡറാണ് കേട്ടോ. നമ്മളെ മെയിൻ സാധനം ഇതാണ്. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ പൗഡർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഓറഞ്ച് പൗഡർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓറഞ്ച് പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഓറഞ്ചിൻ്റെ തൊലി ഒന്നിക്കണ്ട് ഒരു ദിവസം നമ്മൾ വെയിലത്ത് വെച്ച് നന്നായി ഉണക്കുക. അല്ലാന്നാണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ഒരു 3-4 ദിവസം വെക്കുമ്പോൾ അത് നല്ലോണം ഉണങ്ങി കിട്ടും. അതായത് അതിലത്തുള്ള ആ വാട്ടർ കണ്ടൻ്റെല്ലാം ഒന്ന് വറ്റി വരണം. ഈ ഒരു ഓറഞ്ച്, അതായത് ഉണങ്ങിയ ഓറഞ്ചിൻ്റെ തൊലി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല പൊടി പോലെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേ സ്ഥാനത്ത് ഫേസ് പാക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാത്തിങ് പൗഡറെല്ലാം ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ അത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഓറഞ്ച് പൊടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പൊടി റെഡിയാക്കി വെച്ചാൽ ഇതിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോ, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിലേക്ക് പിന്നെ ഒരു ടേബിൾ സ്പൂണൊന്നും പോരാ. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ആ ആൽമണ്ട് ഓയിൽ വിനാഗിരി മിക്സിയിലേക്കാണ് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് പൗഡറും കൂടി ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ വിനാഗിരി ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡബിൾ റിസൾട്ടാണ്. ഇനി നിങ്ങൾക്ക് അത് മുഖത്ത് തേക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നല്ല പേടിയുള്ളവർ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ചെയ്യുക. ഇതിനെ കൊണ്ടൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് സൂട്ടാവണമെന്നില്ല. ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ വിനാഗിരി ഒന്നും ഒഴിക്കണ്ട, സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. പിന്നെ ഇത് നിങ്ങൾക്ക് ഉണക്കി പൊടിക്കാണ്ട് തന്നെ ബോയിൽ ചെയ്തിട്ടാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അതിനേക്കാളും നല്ല റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെ നിർബന്ധമായി എടുക്കണം. ഒരിക്കലും പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കരുത്. പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് ഓയിൽ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ അളവെല്ലാം നിങ്ങൾ കണ്ടല്ലോ. പിന്നെ വിനേഗർ ഒഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഒഴിക്കരുത്. പിന്നെ ആപ്പിൾ സൈഡർ വിനേഗർ തന്നെ ഒഴിക്കണം കേട്ടോ. നമ്മൾ അച്ചാറിലിടുന്നതൊന്നും ഒഴിക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ചും കൂടി ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഓറഞ്ചിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അത് മുങ്ങി നിൽക്കുന്ന രീതിക്കുള്ള ആൽമണ്ട് ഓയിൽ കുറച്ചും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ആപ്പിൾ സൈഡർ വിനേഗറിൻ്റെ അളവ് എന്ന് പറയുന്നത്, അത് ഒരുപാട് ഒഴിച്ചാൽ അതിനൊരുമാതിരി ഒരു സ്മെല്ലായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും 1 ടേബിൾ സ്പൂണിൻ്റെ മേലെ കൂടുതലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കൂടിപ്പോയാൽ 2 ടേബിൾ സ്പൂൺ മതി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 3 ദിവസം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെക്കണം. 3 ദിവസം ഇത് വെക്കൽ നിർബന്ധമാണ്. അപ്പോഴാണ് അതിൻ്റെ എല്ലാ സത്തുകളും ഇറങ്ങി വന്ന് നല്ല അടിപൊളി എഫക്റ്റീവായിട്ടുള്ള ഒരു ഓയിലായിട്ട് അത് മാറുക. അപ്പോൾ ഇത് 3 ദിവസത്തിന് ശേഷം ഇനി നമുക്ക് കാണാം. വെയിലത്തൊന്നും വെക്കണ്ട, റൂം ടെമ്പറേച്ചർ മതി. അപ്പോൾ ഇത് 3 ദിവസത്തിന് ശേഷമുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 3 ദിവസത്തിന് ശേഷം ഷൂട്ട് ചെയ്യുന്നതാണിത്. അപ്പോൾ ഈ ഒരു ഓയിൽ നന്നായിട്ട് ആ ഒരു വിനേഗിരി ഓയിൽ നമ്മുടെ ഓറഞ്ച് പൗഡർ എല്ലാം മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു അരിപ്പയിൽ കൂടി ഇത് അരിച്ച് ഇതിൻ്റെ ഓയിൽ നമുക്ക് വേർതിരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള പാത്രം എല്ലാം ഡ്രൈ ആയിട്ട് എടുക്കാൻ വേണ്ടി പ്രത്യേകം സൂക്ഷിക്കണം. നിങ്ങൾ ഒരു തുള്ളി വെള്ളം പോലും ഒന്നിലും ഉണ്ടാവരുത്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ്. ഈ ഒരു ഓയിൽ മാത്രം അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ വിനാഗിരിയല്ലോ ഒഴിക്കുന്ന സമയത്ത് ആൽമണ്ട് ഓയിൽ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വിനാഗിരി ഒഴിക്കുന്ന സമയത്ത് ഓവറായിട്ട് ഒഴിച്ചാലുള്ള പ്രശ്നം ആ സ്മെല്ല് നിങ്ങൾക്ക് പിടിക്കില്ല. പിന്നെ ആ കൊക്കോ വിനാഗിരി ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ഉപയോഗിക്കുന്ന ഇത് വെറും ഒരാഴ്ചത്തേക്കുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഒരു അളവാണ് ഞാൻ എല്ലാം പറഞ്ഞത്. നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അളവ് കൂട്ടിയെടുക്കണം. അളവ് കൂട്ടിയെടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് പൗഡറിന് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി എന്നുള്ള കണക്കിൽ
കണക്കിൽ നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ സൂക്ഷിക്കുകയാണ്. ഇതൊരു 5 ദിവസം മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതാണ് ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് കാലത്തേക്കുള്ളതൊന്നും ഉണ്ടാക്കി വെക്കണ്ട. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഇത് യൂസ് ചെയ്യുന്നതിൽ നല്ലത് രാത്രി കിടക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അതാണ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഉണ്ടാകുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ നല്ല സ്കിന്ന് നല്ലോണം ലൈറ്റിങ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ഓയിലാണിത്. നല്ല കളറ് വരും, തിളക്കം വരും, കറുത്ത പാട് കരുവാളിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉറപ്പായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.